നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ലെവൽ പ്രിലിംസ് എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ നോക്കിയിട്ട് പോവുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് PSCയുടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ഒട്ടും സമയം കളയാനില്ല. 50 ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പൊ ഈ മാസം എഴുതാൻ പോകുന്നവരെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിട്ട് പോവുക. 10th ക്ലാസ് ആയിക്കോട്ടെ, +2 ലെവൽ എക്സാംസും PSC 2025-ലും 26-ലും നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിൽ ഏതുമായിട്ടാണ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ വരുന്നത് 7ാം പട്ടിക ഓപ്ഷൻ സി ആണ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നത് 7ാം പട്ടികയിലാണ്. 7th ഷെഡ്യൂളില് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. 2, ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലത് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവയിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു. എല്ലാം ശരിയാണ്. സോ എന്തൊക്കെയാ? കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമാണ് ലോറസ് പുരസ്കാരം. ഇത് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? സച്ചിൻ ആണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തിയാണ്. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരമാണ് ഇദ്ദേഹം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. എല്ലാം ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളും ചുവടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായ ജോഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരള നടനം, യക്ഷഗാനം, ചവിട്ട് നാടകം, കൂടിയാട്ടം. ഓപ്പോസിറ്റ് തന്നിരിക്കുന്നത് ചിന്നത്തമ്പിപ്പിള്ള, ഗുരു ഗോപിനാഥ്, ഗുരുമണി മാധവ ചാക്യാർ, പാർത്തി സുബ്ബ തുടങ്ങിയിട്ടുള്ള പേരുകളാണ്. ഇതിനകത്ത് ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് 1 എന്ന് പറയുന്നത് കേരള നടനം ഗുരു ഗോപിനാഥ്, അതുപോലെ 2ാമത്തത് യക്ഷഗാനം പാർത്തി സുബ്ബ, 3ാമത്തത് ചവിട്ട് നാടകം ചിന്നത്തമ്പിപ്പിള്ള, 4 കൂടിയാട്ടം ഗുരു ഗോപിനാഥ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 4ാമത്തെ ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ലിഗ്നോസാറ്റ് എന്താണ് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ ബി ആണ്. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. എന്താണ് ലിഗ്നോസാറ്റ്? എന്താണ്? ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ്. 5, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തി, അതായത് ഈ വ്യോമഗതാഗതം, നമ്മൾ പറയുന്നത് ജലത്തിന്റെ അതിർത്തിയാണോ വ്യോമാതിർത്തിയാണോ, അതുകൊണ്ട് എംബസി, ഹൈ കമ്മീഷൻ, ഇതൊക്കെ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ വരുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യങ്ങളുടെ എംബസി, ഹൈ കമ്മീഷൻ ഒന്നും തന്നെ നമ്മുടെ എക്കണോമിക് ആ ഒരു ബൗണ്ടറിക്കകത്ത് വരില്ല. ബാക്കി എല്ലാം തന്നെ നമ്മുടെ എക്കണോമിക് അതിർത്തിക്കകത്ത് വരും. ഓക്കെ, അപ്പൊ ഇന്ത്യക്കകത്ത് തന്നെ മറ്റ് എംബസികളും ഹൈ കമ്മീഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും നമ്മുടെ എക്കണോമിക് അതിർത്തിയല്ല, അത് അവരുടെ രാജ്യത്തിന്റെയാണ്. 6, ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യത്തെ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കോഴിക്കോടാണ് കേട്ടോ. അത് ഇനിയും ചോദിക്കാം. അതുപോലെ 7, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതുമായിട്ടാ? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കിയ അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമായിരുന്നു തിരികെ സ്കൂളിലേക്ക്. അതും ചോദിക്കാം. അടുത്ത ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങൾ നോക്കുക. അതിനകത്ത് ശരിയായിട്ടുള്ളത് എഴുതാമെന്ന് എഴുതുക. ഈ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലാണിത്. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കും. അപ്പൊ ഇത് കോമൺ ആയിട്ടുള്ള ഒരു മേഖലയാണ് അല്ലെ, ഗിഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. സോ അവിടെ നിന്നും ചോദ്യങ്ങൾ ഇനിയും വന്നേക്കാം. ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്ന ഏതാ? ഓപ്ഷൻ ബി 2ഉം 3ഉം ആണ്. അതായത് താൽക്കാലികവും സമയബന്ധിതവുമായിട്ടുള്ള ജോലിയാണ്. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ഇവർക്ക് ജോലി ചെയ്യാനും സാധിക്കും. അടുത്തത് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ ഏറ്റവും പുതിയ പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഗണതന്ത്ര മണ്ഡപം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപം. അതും ചോദിക്കാം. അടുത്തത് 10, ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ
അതും ചോദിക്കാം. 2024 തീമുകൾ തന്നിട്ടുണ്ട്. കേരള വിനോദസഞ്ചാര ദിനം, അതിന്റെ തീം എന്താണ്? കേരള വിനോദസഞ്ചാരം, UNEP, ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ 2024 തീം എന്തായിരുന്നു? ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും നമ്മൾ ഒരു തീം പഠിച്ചുകൊണ്ട് പോകും. ഇത് 4 തീമാണ് ചോദിച്ചിട്ടുള്ളത്. കേരള വിനോദസഞ്ചാര ദിനം തീം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. അഥവാ 1 കേരള വിനോദസഞ്ചാര ദിനം സുസ്ഥിര യാത്രകൾ കാലാതീതമായ ഓർമ്മകൾ എന്നുള്ളതായിരുന്നു തീം. കേരള വിനോദസഞ്ചാരത്തിന്റെ 2024 തീം എന്തായിരുന്നു? വൃത്തിയുള്ളതും പച്ചപ്പുള്ളതും. അതുപോലെ UNEP-യുടെ 2024 തീമാണ് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്നുള്ളത്. ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ ആയിരുന്നു വിനോദസഞ്ചാരവും സമാധാനവും എന്ന് പറയുന്ന തീം. അതും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈസി ചോദ്യമാണ്. ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിൽ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, നവംബറിന്റെ പകുതിയാണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരമാണ് ഓപ്ഷൻ ഡി, മുംബൈ. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. അല്ലെ, ജർമ്മനി റൂർക്കേല. എപ്പോഴും പണ്ടോട്ടേ ഉള്ള ചോദ്യം. ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. 4 സ്ഥലങ്ങൾ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത് തമിഴ്നാട്ടിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത്? ഇത് ഒരു പ്രീവിയസ് ചോദ്യമാണ്, എപ്പോഴും ചോദിക്കും. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. അല്ലെ. 17 ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത്. ഇത് നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടൊക്കെ ഇപ്പൊ പഠിക്കാനുണ്ട്. ഏതാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം. അപ്പൊ ഉൾപ്പെട്ടതുകൂടെ അറിയണം. അല്ലെ. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. അങ്ങനെയൊന്നുമില്ല. 10+2+3 ഇത് വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വേണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം, വാല്യൂ എഡ്യൂക്കേഷൻ. അത് 3 ഉണ്ട്. ത്രിഭാഷാ പദ്ധതി ഇല്ല. 18 കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, പറവൂരാണ്. 19 തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ഏതാണ് താഴെ പറയുന്നതിനകത്ത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലിഗ്നൈറ്റ്. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സ്ഥിരം ചോദ്യമാണ് അല്ലെ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, VT ഭട്ടതിരിപ്പാടിന്റെ യോഗക്ഷേമ സഭ, കുമാര ഗുരുദേവന്റെ ഈ പറഞ്ഞതുകൂട്ട് തന്നെ സമത്വ സമാജം ആരുടെ? വൈകുണ്ഠ സ്വാമികളുടെയാണ്, കുമാര ഗുരുദേവന്റെ അല്ല. പണ്ഡിറ്റ് KP കറുപ്പൻ, അരയ സമാജം. സോ ആൻസർ ഇവിടെ വരുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ആനി ബെസന്റ്. നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഏത് സംഭവമാണ്? സ്ഥിരം ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി, ചൗരി ചൗര. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരിയാണ്? ഓപ്ഷൻ ഡി ആണ്, ബഹദൂർ ഷാ സെക്കൻഡ്. ലോകമാന്യ എന്ന് ജനങ്ങൾ വിളിച്ചത് ആരെയായിരുന്നു? ലോകമാന്യ തിലക് എന്ന് വിളിച്ചിരുന്നത് ഓപ്ഷൻ എ, ബാല ഗംഗാധര തിലകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകനാണ്? ഓപ്ഷൻ എ ആണ്, രാജ രവിവർമ്മ. 26 ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ ഏറ്റവും പുതിയ രൂപം ഏതാണ്? ഇപ്പോഴത്തെ ഓപ്ഷൻ എ, നീതി ആയോഗ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി, ദാദാഭായ് നവറോജി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി, ഫസൽ അലി കമ്മീഷൻ. ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായിട്ട് തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, 1936. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. മൗലികാവകാശം ഇപ്പൊ എന്താണ് താഴെ തന്നിരിക്കുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. അത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. പിന്നെ അടുത്തത് മറ്റേത് 29, 30 ആർട്ടിക്കിൾ. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, ശ്രീലങ്ക.
33 ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, ബാസപ്പ ദാനപ്പ ജട്ടി. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 51(4) ആണ്, 51(4). രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമുള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 97. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെക്കുറിച്ച് സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച ചെയ്യാം. നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. ഏറ്റവും കൂടുതൽ ഇതിനകത്ത് തെറ്റായ ഒരു പ്രസ്താവനയുണ്ട്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. വിവരാവകാശ കമ്മീഷനെ പറ്റിയിട്ടാണ് ചോദ്യം. വിവരാവകാശ കമ്മീഷന്റെ ഘടന ഇതിനകത്ത് ഏതാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്നാണ് ഓപ്ഷൻ സി. മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമ വിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെഷൻ ഓഫീസർ. 38 നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണറാണ് ഓപ്ഷൻ സി, ശ്രീ വി ഹരിനായർ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എന്നാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി, NH-66 മുംബൈ ടു ഗോവ. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആർട്ടിക്കിൾ 39(b) ആണ്. കേരളത്തിലെ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ലയാണ് ഓപ്ഷൻ ഡി, ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, പള്ളിവാസൽ. ചെറുതും വലുതുമായി കേരളത്തിലെ കായലുകളുടെ എണ്ണം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 34. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് ഓപ്ഷൻ ബി, മഞ്ചേശ്വരം പുഴ. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, സി ബാലകൃഷ്ണൻ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ലയാണ് ഓപ്ഷൻ സി, പാലക്കാട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആൻസർ ഓപ്ഷൻ സി, ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ഓപ്ഷൻ എ, കല്ലട. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി, വേമ്പനാട്ട് കായലില്. അപ്പൊ 50 ചോദ്യമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നുള്ളൂ. ഈ 50 ചോദ്യങ്ങളും റിപ്പീറ്റ് വരാൻ സാധ്യത ഉള്ളത് തന്നെയാണ്. അപ്പൊ മുന്നോട്ട് ഓരോ ദിവസങ്ങളിലായിട്ട് നമ്മളിങ്ങനെ 50 ചോദ്യങ്ങൾ, ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാക്കി ചോദ്യങ്ങളുണ്ട്, അതിന്റെ GK നമ്മൾ സയൻസ് ഓൾറെഡി പറഞ്ഞാണ്, അതിന്റെ GKയും ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഈ പറഞ്ഞുകൊണ്ട് തന്നെ GKയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നിങ്ങൾ ഉറപ്പായിട്ടും 10th ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ, 10th ലെവൽ മെയിൻസ് ആയിക്കോട്ടെ, അതുപോലെ +2 ലെവലിന്റെ എല്ലാം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ 25-26 നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.